ഹലോ, ഗുഡ് മോർണിംഗ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഞാൻ എവിടെയായി പോകുന്നത്? ഞാൻ കോഴിക്കോട് നിന്നും വയനാട്ടിലേക്ക് പോവുകയാണ്. തനിച്ചാണ്, അപ്പോൾ ആരുമില്ല. ഞാൻ എൻ്റെ ട്രോളിയുമായിട്ട് യാത്ര തുടങ്ങി ഗൈസ്. ഭയങ്കര വെയിലാണ്, ഭയങ്കര വെയിൽ. കുറച്ച് ബുദ്ധിമുട്ടാണ് വീഡിയോ എടുക്കാൻ വേണ്ടി, പക്ഷെ കഷ്ടപ്പെട്ട് ഞാൻ വീഡിയോ എടുക്കുന്നു. ഒന്നും സംസാരിക്കാൻ പറ്റില്ല, കാരണം അത്രയും ക്രൗഡായിരുന്നു. അപ്പം നമുക്ക് വയനാട്ടിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ്. ഇത് നിങ്ങൾ ഓർക്കും ഞാൻ എവിടെയാണ് ഉള്ളതെന്ന്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് വയനാട്ടിലാണ്. വയനാട്ടിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് പേഴ്സണലി എനിക്ക് തോന്നിയ ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. സ്ഥലപ്പേര് ഞാൻ ഓർക്കുന്നില്ല, ചോദിച്ചിട്ട് പറയാം. ഈ സ്ഥലത്ത് ഞാൻ ഇന്നലെ രാത്രി എത്തി. രാത്രി വന്നപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ആയപ്പോഴത്തേക്ക് നല്ല വ്യൂ ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ഉറപ്പായിട്ടും വീഡിയോ എടുക്കണം എന്ന് തന്നെ വിചാരിച്ചു. ഇവിടെ താമരക്കുളം, അതുപോലെ തന്നെ റിസോർട്ട്, ഇതൊന്നും ഞാൻ പറയുന്നില്ല, കാണിച്ചു തരാം. വാ. ഹായ്, ഗുഡ് മോർണിംഗ്. ഇവിടെ വന്നപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് സംഭവമാണ് ഈ താമരക്കുളം. ഒരു താമര മാത്രമേ ഉള്ളൂ, അത് വിരിയുമ്പോഴത്തേക്ക് ഞാൻ എടുക്കുന്നതിന് മനസ്സ് പറയുന്നു. അതെടുത്ത് തന്നെ ക്യാമറമാൻ ഉണ്ടാവും. പിന്നെ എൻ്റെ വീട്ടുകാരൊക്കെ എപ്പോഴും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ടൂർ പോകുമ്പോഴത്തേക്ക് പറയുന്നതാണ് ഇതുപോലത്തെ ഒരു തണുത്തൊരു നല്ല ഏരിയ, അതേപോലെ തന്നെ മുന്നിൽ കുറേ കൃഷിത്തോട്ടം, ഒരു പെറ്റ് 2 വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഇതുപോലത്തെ ഒരു കുളം. അവരിത് കാണുവാണെങ്കിൽ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് എൻ്റെ ആൻറ്റി ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ എവിടെ ഒരു കുന്നിൻ്റെ പ്രദേശത്ത് പോയപ്പോൾ ഇതുപോലത്തെ ഒരു ആംബിയൻസ് കിട്ടണമെന്ന്. അപ്പം ഇത് കണ്ടപ്പോൾ രാത്രി ഒന്നും കണ്ടില്ല, രാവിലെ വന്നപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ആൻറ്റി ഓർമ്മ വന്നു. വരണം ആൻറ്റി, മസ്റ്റ് വിസിറ്റ് പ്ലേസ്. അന്ന് പറഞ്ഞ പോലെ തന്നെ ഇഷ്ടംപോലെ കൃഷിയുണ്ട്. വാഴ കൃഷിയാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. വേറെ ഉണ്ടാവും, ഇവിടെ കാണുന്നത് മെയിനായിട്ട് മുന്നിൽ. പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് ഈ വീടിന്റെ പ്രത്യേകത. ഇത് വീടല്ലല്ലോ, ഇതെന്താണ്? ഹോസ്റ്റൽ, റിസോർട്ട്, ഹോം സ്റ്റേ. റിസോർട്ട് എന്ന് പറയാം നമുക്കിത്. നമ്മുടെ വീടിനെ വെല്ലുന്ന റിസോർട്ട്. ഈ ഒരു വാഴത്തോട്ടം കാണിക്കാം. ഇങ്ങനെ നിരന്ന് കിടക്കുന്ന വാഴത്തോട്ടം. അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു കാട്ടുമുളയൊക്കെ വെച്ചിട്ട് കവർ ചെയ്തിരിക്കുന്നുണ്ട് ഇതിൻ്റെ ഫ്രണ്ട്. അപ്പോൾ നമ്മുടെ ഒരു വീട് പോലെ തോന്നിക്കും, പക്ഷേ ഇത് റിസോർട്ടാണ്. ഇതിൻ്റെ അകത്തെ സെറ്റപ്പ് ഞാൻ കാണിക്കാം. പോയി നോക്കിയാലോ? നിങ്ങളുടെ എക്സൈറ്റഡ് ആണെന്നറിയാം. ലെറ്റ്സ് ഗോ. ഇവിടെ ഒരു റൂം വന്നിട്ടുണ്ട്, അപ്പോൾ അതിനകത്ത് ആൾക്കാർ ഉറങ്ങുന്നു. ഒരു റൂം ഇവിടെ, പിന്നെ ഇതും. ഇവിടെ ഫുൾ ബോയ്സ് ആണ്. അപ്പം എൻ്റെ സ്റ്റേ ഞാൻ കാണിച്ചു തരാം. അവരൊക്കെ ഉറങ്ങിക്കോട്ടെ, നല്ല ഉറക്കത്തിലാണ്. അപ്പം എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഒന്ന് തല പൊക്കി നോക്കിയതാണ്. പിന്നെ ഞാനിപ്പോൾ കാണിച്ച താമരക്കുളം അവിടെ ഉണ്ട്. പിന്നെ ഞാൻ ഇന്നലെ ഉറങ്ങിയ റൂം കാണിക്കാം. അതേപോലെ ഒരു കുഞ്ഞ് സ്റ്റെയർ കയറുമ്പോഴത്തേക്ക് ഒരു കൂട്ടിൽ 2 പേര് നോക്കിയിരിക്കുന്നുണ്ട്. അവരെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിക്കാമേ. ഇതാണ് എൻ്റെ റൂം വരുന്നത്. വയനാട്ടിൽ ഇതേപോലത്തെ ഒരു സ്റ്റേ എന്ന് പറയുമ്പോൾ അത് വാവ് അല്ലേ. നല്ല തണുപ്പൊക്കെ ഉണ്ട്. എനിക്ക് ആ പട്ടിക്കുട്ടികളെ കണ്ടിട്ട് അതിനെ കാണിക്കാതെ നിൽക്കാൻ തോന്നില്ല ഗൈസ്. ഇതേപോലെ ഇറങ്ങി വന്നിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. ആരാണ്? ആരാണ്? നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഈ ഒരു വ്യൂ നോക്കിയോ.
നല്ലൊരു സൺലൈറ്റ് ഒക്കെ വരുന്നില്ലേ, നിങ്ങൾ നോക്കിയാൽ കാണാം. സൈഡിൽ ഈ മുളം കാടുകളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതിങ്ങനെ വീടിന് ചുറ്റും കിടക്കുന്നുണ്ട്. ഞാൻ ബാക്കി എന്തെങ്കിലും വർക്ക് ചെയ്യട്ടെ, ഫുഡ് കഴിക്കട്ടെ. ഓക്കെ, എന്നിട്ട് കാണാം. എന്താ പറയുക, എന്തെങ്കിലും ഒരു സ്കില്ല്. അല്ല അല്ല, ഇത് പഠിക്കണം. ടോണിങ്ങിലേക്ക് കിട്ടുക. പോയി അമ്മയും മോനും ഒക്കെയാ തോന്നുന്നു. അച്ഛനും കിട്ടുണ്ടോ? ആ ലൈനിൽ പിടിച്ചിട്ട് അവിടുന്ന് എടുക്കാം. ഇങ്ങോട്ടാ. അയ്യോ, അത് വീഴാൻ പോയി. കൊണ്ടുവരുന്നുണ്ട്. അടിച്ചു മാറ്റി കിടങ്ങന്മാര്. ഒരു ചോട്ട അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കുന്നത്, കൊണ്ട കൊടുക്കുന്നു. അയ്യോടാ, വായിൽ വെച്ച് കൊടുത്താ ജാമ്പയ്ക്കാന്ന് തോന്നുന്നു കേട്ടോ. വരുന്ന വീഡിയോ എടുത്ത് എനിക്ക് വെച്ചേരണേ. അയ്യോടാ, കഴിക്കുന്ന. അത് ബേബി, അത് അമ്മ, ഇത് അച്ഛൻ. ഫാമിലി ബോഡി ലാംഗ്വേജ് കണ്ടില്ലേ? അത് കണ്ട എന്റെ മക്കളെ തൊട്ടൊക്കെ കൊന്നാലും മുന്നിൽ വന്ന് പ്രൊട്ടക്ഷന് നിൽക്കുക. മദർ പോയി, ഫാദറ് പ്രൊട്ടക്ട് ചെയ്യാൻ മുന്നിൽ വന്നിട്ട്. ഇപ്പൊ ഇവിടുന്ന് കഴിച്ചോണ്ടിരിക്കുന്ന ഫാദർ, അതായത് നമ്മൾ എടുക്കുന്ന കണ്ടപ്പോ കൊച്ചിനെ പ്രൊട്ടക്ട് ചെയ്യാതെ ഹൈറ്റിൽ നിൽക്കുക. ആരാണ് ഇങ്ങോട്ട് വരാൻ പോണേന്ന്. മദറും ഇവരെ കാണുമ്പോ ശരിക്കും മനുഷ്യർ ഓർമ്മ വരുമല്ലേ, ആ ഇരിപ്പും കഴിപ്പൊക്കെ. നോക്ക് എന്ത് രസല്ലേ. വെരി വെരി ബ്യൂട്ടിഫുൾ. ഫോട്ടോ എനിക്ക് അയക്കല്ലേ. ഞാൻ നിങ്ങൾക്ക് ഡീപ്പ് ഇട്ടേരാം. കുഴപ്പമില്ല. അഞ്ജുനാ നോട്ട് കണ്ട റൂമിലേക്ക് കയറാൻ വേണ്ടിട്ട്. ബാ, ടെയില് ഭയങ്കര കിട്ടിയാ ടെയിലൊക്കെ പേരെന്താ ചോദിക്കാം. ഒരു പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ താമര, നീലത്താമര വിരിഞ്ഞ്, അതേപോലെ തന്നെ കുറച്ച് മീനുകളുണ്ട്. നമ്മുടെ അക്വേറിയത്തിലൊക്കെ കാണുന്ന ടൈപ്പ് മീനാന്ന് തോന്നുന്നു. അയ്യോ, അപ്പം അങ്ങനെ അങ്ങോട്ടേക്ക് പോകാൻ സമയം ഉണ്ടാവില്ല. കാരണം എല്ലാവരും ഇവിടെ ഇല്ല. കാരണം ഇത്രയും ഡിസൈനേഴ്സ് ഇല്ലേ, എല്ലാവരും ഫിറ്റിങ്സും നോക്കണം. ഗുഡ് മോർണിംഗ്. സെക്കൻഡ് ഡേ ഇൻ മൈ ലൈഫ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്നലത്തെ ഒരു ഡേ ഞാൻ കുറച്ച് ഷൂട്ട് ചെയ്തു, പക്ഷെ കുറേ ഒന്നും ഇതിനകത്ത് ഉണ്ടായിരുന്നു ചോദിച്ചാൽ ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങളെ ബോറടിപ്പിക്കണമെന്ന് ഓർത്തു. സെക്കൻഡ് ഡേ ഇൻ മൈ ലൈഫ്. എഴുന്നേറ്റു 9:30 ഇവിടെ രാവിലെ. ഇനി ഇന്ന് കുറച്ച് ട്രൈബ്സ് ഇവിടെ വരും. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് അവരെ കാണാൻ വേണ്ടിയിട്ട്. നമ്മളെക്കാൾ അടിപൊളിയാണ് അവർ, ഭയങ്കര സ്മാർട്ടാണ്. ഞാൻ പറയുന്നില്ല, നേരിട്ട് കാണിക്കാൻ ഓർക്കുന്നു. എല്ലാവരും മോഡൽസാണ് കേട്ടോ. നമ്മുടെ ഷോയില് അപ്കമിങ് വരാൻ പോകുന്ന ഷോയില് അവർ ഇറങ്ങുന്നുണ്ട്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ വ്ളോഗ് എത്രത്തോളം നീണ്ടുപോകുന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾ എൻജോയ് ചെയ്യുന്ന എനിക്ക് ഉറപ്പാണ്. നമുക്ക് അവർ നേരിട്ട് കാണാം. റെഡിയല്ലേ? ആ ചാർജർ കയ്യിൽ വെച്ചൂടെ? ചാർജർ മാത്രം ഇതെന്തിനാ കൊണ്ടുപോകുന്നത്? പെട്ടെന്ന് വരൂലേ? വണ്ടിയിൽ എന്തെങ്കിലും അത്യാവശ്യമാണ്. ബേബി വന്നിട്ടില്ല. നിങ്ങൾ ആരും ബേബി എല്ലാ ടിക്കറ്റ്സ് ഡൺ. ഫ്രീ ഉണ്ടോ? കയറി വേണ്ടി
വിഷുവിൻ്റെ ഒരു ഭാഗമായി ബിഗ് ബോസിൻ്റെ ഒരു ആദ്യത്തെ ഒരു സീസൺ മലയാളി ഹൗസ് എന്ന റിയാലിറ്റി ഷോയിലുണ്ടായിരുന്നു. അങ്ങനെ ഞാനിപ്പോൾ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. 2-3 മൂവിയൊക്കെ ചെയ്തു. കംപ്ലീറ്റ് ഫാഷനബിൾ. അപ്പം അറിയാമല്ലോ നിങ്ങളൊക്കെ ഞങ്ങളൊരു ഇങ്ങനെ ഒരു 2 മാസം മുന്നേ ഇവിടെ ഒരു വയനാട്ടിൽ ഞാനൊരു ഷോ ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ മനസ്സിൽ കയറിയൊരു ചിന്തയായിരുന്നു എന്തുകൊണ്ട് വയനാട്ടിന് വേണ്ടിയിട്ടൊരു ഷോ ചെയ്തു. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് എന്തുകൊണ്ട് എക്സ്പോഷറായിട്ടുള്ള കോസ്റ്റ്യൂം നിങ്ങൾ അങ്ങനെ ഒരു ഭാഗങ്ങളും അങ്ങനെ കാണിക്കുന്ന ഒരു കോസ്റ്റ്യൂമേ അല്ല, എല്ലാം വളരെ ട്രഡീഷണലായിട്ടും അതിൻ്റെതായ ഇത് ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും 2 പേർക്കും അങ്ങനത്തെ ഒരു നിലനിർത്താൻ ഇന്ന് ഈ ഒരു ഷോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചരിത്രം മാറ്റി എഴുതുകയാണ്. നമ്മള് ടൗണിലുള്ള പിള്ളേര് കാലൊക്കെ കടയും സ്പീക്കർ ഉണ്ട്, നമ്മളെ സ്പീക്കർ കഴിയും ഫുള്ള് ആദ്യം കൈകൾ സ്പ്രെഡ് ആക്കോ, എന്നിട്ട് ഇങ്ങനെ ചെയ്യാം. ചെയ്താ യെസ്. ഇനി ഇങ്ങനെ അങ്ങോട്ട് പിടിക്കാം, എന്നിട്ട് മുകളിലേക്ക് കൈയുടെ ബാക്കിലേക്ക് വെരി ഗുഡ്. തിരിച്ചു വാ. ഇതൊരു വലിയ ഭാഗ്യമാണ് അല്ലേ? ഭാഗ്യം എന്ന് പറയുന്നത് എന്താ? നമ്മൾ റെഡിയും ആവണം, അതിനുള്ള സാഹചര്യം വരണം. രണ്ടും ഒത്തു വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് അല്ലേ? ഞാൻ പറയുന്നത് സത്യമല്ലേ? അപ്പൊ അത് മാക്സിമം അങ്ങോട്ട് എൻജോയ് ചെയ്യാം. നിങ്ങളെ ആൾക്കാരെന്ത് വിചാരിക്കും? എല്ലാവരോടും ചിരിച്ചോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ചെയ്യും, എല്ലാവരോടും ചിരിക്കും. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും, ഞാൻ ചിന്തിക്കും, ഞാൻ പ്രവർത്തിക്കും. അവിടെ ഒരു ദൈവികത്വം ഉണ്ടാവും എപ്പോഴും അല്ലേ? നമ്മുടെ മനസ്സിന് ശരി. ഇപ്പം നിങ്ങൾ റാമ്പിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കണ തന്നെയാണ് റാമ്പ്. പുള്ളി നിങ്ങൾ അടിപൊളി ഡ്രസ്സൊക്കെ ഇടുന്നു, മ്യൂസിക് ഇടുന്നു, എല്ലാം വരുന്നു. അതൊരു വലിയ ലോകം നിങ്ങളെ കാത്തിരിപ്പുണ്ട് അവിടെ. അപ്പം എവിടെയാണ് ഇത് ക്ലിക്ക് ആവാന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. ഫോട്ടോയിലും റീലും ഇപ്പം തന്നെ ബേബിനോട് കുറേ പേര് നിങ്ങളുടെ ഫോട്ടോസ് എടുക്കണം എന്ന് ചോദിക്കും. നിങ്ങൾ ഓൾറെഡി ഒരു സ്റ്റാർ ആയിരിക്കുകയാണ് എല്ലാവരും. ഓക്കെ യെസ്. കണ്ടപ്പോൾ തന്നെ പിന്നെ എനിക്ക് തോന്നി പ്രകൃതി പറഞ്ഞു അത് നേരത്തെ ആൾക്കാരെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 12 മെമ്പേഴ്സ് എന്നാണ് പറഞ്ഞത് ഗേൾസ്. അപ്പം ഞാൻ പറഞ്ഞു ഒരു ഡേറ്റ് ചെയ്യും, ഒന്ന് പേടിക്കേണ്ട, ടെൻഷനൊന്നും ആവണ്ട, ഞാൻ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ബെഡായിട്ട് പിന്നെ ഇവിടെ ഭയങ്കര ക്യാറ്റ് വാക്ക് ഒക്കെയാണ്. ഓക്കെ മലയാടി മാറാത്തു മാറാത്തി മുടക്കി മുന്നെടുപ്പ പോഞ്ചോളൂ. മലയാടി മാറാത്തു മാറാത്തി മുടക്കി മുന്നെടുപ്പ പോഞ്ചോളൂ. എല്ലാവരും പോയി. ഞങ്ങളുടെ അടിപൊളി ഡാൻസ് ഉണ്ടായിരുന്നു രാത്രി. ഞാൻ കോൾ ഇടുന്നുണ്ട്.
റോഡ് മാത്രം കണ്ടപ്പോൾ സങ്കടമായി. ഇത് ഭയങ്കര കുത്തലുള്ള കാറ്റാ. എവിടെ എവിടെ വീട്ടുകാണിക്ക് പോവ് പൂവ് എവിടെ ഇതായിരുന്നു പറിച്ച ഞാൻ എനിക്കൊരു സ്ഥലം വെച്ച എവിടെയെങ്കിലും അയ്യോ എന്തായാലും കേൾക്കേണ്ടി വരും. അവിടെ ഒറ്റ പെണ്ണുങ്ങളിൽ ഇതാണെങ്കിൽ വീഡിയോഗ്രാഫിയാ ഫുള്ള് നടക്കാം അങ്ങോട്ട്. വീഡിയോഗ്രാഫി ഫോട്ടത്തില്ല പ്രേതത്തിന്റെ രക്ഷിക്കാം. നമുക്ക് എല്ലാവർക്കും അലർജി. അടിച്ചിട്ട് വന്നതാണ്. ഞാൻ ചുമ്മാ വെള്ളം തെറിപ്പിച്ചെടുക്കും. കിഴങ്ങ് നമ്മുടെ നാട്ടില് മധുരക്കിഴങ്ങ് എന്ന് പറയും. സ്വീറ്റ് പൊട്ടറ്റോ അതെന്താന്ന് പറയൂ കുട്ടി. അത് മുട്ടക്കറി. ഇത് ഇത് ഉണ്ടാക്കിയ പ്രത്യേകിച്ച് എടുത്ത് പറയണം കോട്ടയം കുഞ്ഞച്ചൻ. കോട്ടയം കൊറിയറാഫെന്നൊക്കെ പറഞ്ഞാൽ എത്രയൊക്കെ പറയാം. ചേട്ടൻ തന്നെ പറയും. ഓക്കെ, ഈ പൂക്കളും മരങ്ങളും പുഴകളും ഒക്കെ ഇഷ്ടപ്പെടാത്തവരെ ആരുണ്ട്? അപ്പൊ അങ്ങനെ ഒരു ഫാഷൻ ഷോ ആണെങ്കിലോ അടിപൊളിയായിരിക്കില്ലേ? Hi, hello, this is me Shini Prem. I'm a model. DFF Dalu Fashion Factory introducing eco-friendly eco walk. അത് നമ്മുടെ സ്വന്തം വയനാട്ടിലാണ്. നമ്മുടെ എക്കോ ഫ്രണ്ട്ലി ഫാബ്രിക്സ് ആയ കോട്ടൺ ആൻഡ് ഖാദിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കൂടെ ട്രൈബ്സും ഉണ്ടാവും. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇത് നമ്മുടെ സ്വന്തം വയനാട്ടിൽ വെച്ച് നടക്കുന്നു. അതുമാത്രമല്ല 17th and 18th സപ്ത റിസോർട്ടിൽ വെച്ചിട്ടാണ് നടത്താൻ പോകുന്നത്. നിങ്ങളെല്ലാവരും ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാനും ഉണ്ടാവും. ഒക്കെ ഇവിടെ വെച്ചിട്ട് കാണാം. ഓക്കെ, ഇവിടെ വന്നിട്ട് നമ്മൾ പോസിങ് സമയത്ത് നമുക്ക് വേണമെങ്കിൽ പോസിങ് ചെയ്യാം. ഉണ്ടാവും ജസ്റ്റ് ഇങ്ങനെ ബെൻഡ് ചെയ്യുക. ഉണ്ടാവും. എന്താണ് മനസ്സി എന്നിട്ട് ഹെഡ് ആദ്യം നമ്മുടെ എപ്പോഴും നമ്മുടെ ഹെഡ് എവിടെയായിരിക്കും. ഹെഡ് നമ്മൾ അത് കഴിയുമ്പം 1 2 3 ഉണ്ടാവും. ഹെഡ് തിരിക്കുക. എന്നിട്ട് ഈ കാര്യം സ്റ്റൈല് അടിപൊളിയുണ്ട്. വെരി നൈസ്. കാല് ശരിയാക്കട്ടെ മക്കളെ. ഇവിടെ നമ്മുടെ ഇവിടെ എൻ്റർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ കാണാൻ പറ്റും ഇങ്ങനെ ചെയ്യുന്നത്. നോക്കണം എങ്ങനെ കാല് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യുന്നതും നമ്മൾ ചുമ്മാ ഇവിടെ നമ്മൾ ബാക്ക് സൈഡിൽ ആരും നമ്മളെ കാണുന്നില്ല. നമ്മൾ കൂളായിട്ട് ഉണ്ടാവും. മനുഷ്യ ഒന്നും കൂടെ തുടങ്ങും. എല്ലാവരോടും ഒന്ന് കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ മോളെ. നേരെ നിൽക്കാൻ പറയാടാ. കൂലി വേണ്ട പറ. നമ്മൾ വരുന്ന ചിന്തിക്കണ്ടേ. ഇവിടെ വന്ന് നിന്നു ഈ പുറകിലത്തെ കാലെടുത്തിട്ട് ഫ്രണ്ടിലോട്ടേക്ക് കൊണ്ടുപോകും. ഇതിങ്ങനെ സ്റ്റൈലായിട്ട് എടുക്കും.
അപ്പോഴൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കാം. പിന്നെ ഈ കാലിലാണ് നമ്മൾ നടന്നു പോകും. കൗണ്ട് കൊടുക്കടാ. ചെയ്ത് നോക്കുന്നു. വന്നു നിന്നു. എടാ അവരൊന്ന് ട്രെയിൻ ചെയ്യും പ്രകൃതി. 1 2 3 3. പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. കറക്റ്റാ. നിങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ ചെയ്യുന്ന സമയത്ത് നോക്കണം. ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ഒരു ഇങ്ങനെ വന്ന് പിന്നെ 1 2 3. ഇവിടെ വന്ന് കാണണോ? അപ്പല്ലേ നിങ്ങൾക്ക് പ്രകൃതി ചെയ്യുന്ന കാണാൻ പറ്റുള്ളൂ. ഇവര് കാല് വെക്കുന്ന മനസ്സിലായിട്ട് ഓരോ ആളെ കൊണ്ടുവന്ന് നിങ്ങൾ നിൽക്കുമ്പോൾ ഞാൻ എന്താ വെള്ളം കാണുന്നില്ല കേട്ടോ. ബിൽഡിംഗ് ഒക്കെ അടിപൊളിയാണ്. ജസ്റ്റ് ലൈക്ക് വാവ്. ഇത് ഫുഡ് എത്തിയില്ല. നാളെയാണ് നമ്മുടെ പ്രോഗ്രാം വരുന്നത്. അതിനു മുന്നേ ചെറിയൊരു കൂടിയാലോചനയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.